أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. وللمطلقات متاع بالمعروف حقا على المتقين വിവാഹമോചിതരായ സ്ത്രീകൾക്കും ന്യായാനുസരണം ജീവനാംശം നൽകേണ്ടതാണ്. ഇക്കാര്യം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നാം ഒരു ബാധ്യതയാക്കിയിരിക്കുന്നു. كذلك يبين الله لكم آياته لعلكم تعقلون ഇപ്രകാരം അല്ലാഹു അവന്റെ കൽപ്പനകളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നതിനു വേണ്ടി. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون തങ്ങൾ അനേകായിരം പേരുണ്ടായിരിക്കെ തന്നെ മരണഭയം മൂലം തങ്ങളുടെ വീടുകളിൽ നിന്നു പുറപ്പെട്ടു പോയവരെപ്പറ്റി നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ മരിക്കുവിൻ എന്ന് അല്ലാഹു അവരോട് പറഞ്ഞു. പിന്നെ അവൻ അവരെ ജീവിപ്പിച്ചു. നിശ്ചയമായും അല്ലാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുള്ളവനാണ്. എന്നാൽ ജനങ്ങളിലധികം പേരും നന്ദി കാണിക്കുന്നില്ല. وقاتلوا في سبيل الله واعلموا أن الله سميع عليم അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അടരാടുക. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണെന്ന് ഗ്രഹിച്ചുകൊള്ളുക. من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون അല്ലാഹുവിന് നല്ല കടം നൽകുന്നവനാരുണ്ട്? അങ്ങനെ നൽകുന്നതായാൽ അവനതിനെ ധനത്തെ അനേകമിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ധനം വാങ്ങുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവനിലേക്കു തന്നെയാണ് നിങ്ങളുടെ മടക്കം. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين മൂസാക്കു ശേഷം ബനു ഇസ്രായേലിൽ നിന്നുള്ള നേതാക്കന്മാരുടെ അവസ്ഥ നീ അറിഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരിക, എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ സന്നദ്ധരായി അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് അവർ തങ്ങളുടെ ഒരു പ്രവാചകനോട് പറഞ്ഞ അവസരം. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്നും സന്തതികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കേണ്ട കാര്യമെന്ത്? എന്നാൽ അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് ചുരുക്കം പേരൊഴികെ ബാക്കിയെല്ലാവരും പിന്മാറിക്കളയുകയാണുണ്ടായത്. അല്ലാഹു അധർമ്മികളെ സംബന്ധിച്ച് നല്ല പോലെ അറിവുള്ളവനത്രേ. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال
قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. അല്ലാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, രാജാധികാരത്തിനുള്ള അർഹത അദ്ദേഹത്തെക്കാൾ ഞങ്ങൾക്കുണ്ടായിരിക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ മേൽ ആധിപത്യം ലഭിക്കുക? അദ്ദേഹത്തിന് ധനസമൃദ്ധിയും നൽകപ്പെട്ടിട്ടില്ലല്ലോ. അവരുടെ പ്രവാചകൻ പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാക്കുകയും അദ്ദേഹത്തിന് വിശാലമായ പാണ്ഡിത്യവും ശരീരബലവും നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ തന്റെ ആധിപത്യം നൽകുന്നു. അല്ലാഹു വിശാലതയുള്ളവനും സർവജ്ഞനുമാകുന്നു.